ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഈദിൻ്റെ വീഡിയോസാണ് കേട്ടോ, ഫുള്ളായിട്ട് കാണുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഈദ്ക്കാഹൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വാങ്ങിയത് വട, പിന്നെ സാമ്പാർ, ചട്നി, ഗ്രീൻ ചട്നി, അതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ. വട മാത്രമല്ല കേട്ടുള്ളത്, ഇവിടെ ഗീ റോസ്റ്റും മസാല ദോശ, പൂരിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഓർഡർ ചെയ്തിന് ഞങ്ങൾ. പൂരി ഗോതമ്പത്തിൻ്റെ പൂരിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ബാജിക്കറിയും ചട്നിയും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര പോവുകയാണ് കേട്ടോ. റിയാദിൽ നിന്ന് അബഹേൽക്കാണ് ഞങ്ങൾ പോയത്. ആദ്യം പമ്പിലൊക്കെ വണ്ടി കയറ്റി ഞാൻ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. രാത്രി തന്നെ വന്നാലേ മനസ്സിലാവും. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 പൈങ്കിളി. കേറുണ്ടല്ലോ രാത്രിയായി. മഹരിബിന് ഞങ്ങൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ പമ്പിൽ കയറ്റിയതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ ബ്രോസ്റ്റഡ് ആണ് കഴിക്കുന്നത് ഗൈസ്. കച്ചപ്പൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ സോസിക്ക് സ്പൈസി ആണെന്ന് കച്ചപ്പ്, ചിക്കൻ ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗൈസ്. ഞാൻ ഗ്രീൻ ഫ്രൈ ഉണ്ട്. വെള്ളം ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പെട്രോൾ പമ്പിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാണ്ടോ ഗൈസ്. നമ്മളിവിടെ കിൻസായി വെള്ളമൊക്കെ മനസ്സിലായി ഗൈസ്. നോർമൽ വേറെ
മക്കത്തൊക്കെ പോണമായിരിക്കില്ലേ? മക്കത്തൊന്നും ഇത്ര ചെക്കിങ് ഉണ്ടാവില്ല, ഇവർക്ക് ഭയങ്കര ചെക്കിങ്. കുട്ടികളെയും കൊണ്ട് പോവുകയല്ലേ. ഞങ്ങൾ ഇവിടെ എത്തുന്നേരം മോർണിംഗ് ആയിക്കും കേട്ടോ. അവിടെ റൂമൊക്കെ എടുത്തതിന് ശേഷം ഉറങ്ങി ഉച്ച അയക്കുന്ന കേട്ടോ എഴുന്നേറ്റത്. ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി. ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. മലയാളീസ് ഹോട്ടലാണ് കേട്ടോ അവിടെ, അബഹ തന്നെയുള്ള. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഓരോ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നിങ്ങൾ സൗദിയിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് കേട്ടോ അബഹ. ഇവിടെ നല്ല ക്ലൈമറ്റും അതിന്. പിന്നെ നിങ്ങൾ ഇപ്പം ഈദിൻ്റെ ഭയങ്കര റഷാണ് കേട്ടോ ഇവിടെ. പിന്നെ റൂമൊക്കെ ഇവിടെ വന്നിങ്ങനെ എടുക്കാന്ന് വെച്ചാൽ കിട്ടൂല, ഭയങ്കര ആൾക്കാരും അതിന് തിരക്കുമാണ്, റൂമൊന്നും കിട്ടാനില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ മുമ്പ് തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലേ ഇവിടെ വന്നാൽ റൂം കിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ അബഹയെ കിട്ടൂല, വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് നിങ്ങൾ എടുക്കണം കേട്ടോ. ഞങ്ങൾ പിന്നെ വേഗം പോയത് ക്യാബിൻ കാറിലേക്കാണ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഓടി കയറണോ? നമുക്ക് നമ്പർ ബേജാറായിട്ടെന്തോ ചെല്ലി. എന്താ അറിയോലേ ഇല്ല പോയി. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് എല്ലാരും ഉള്ളോട് കോടിക്ക്. ഇനി മറ്റേ ഇങ്ങനെ കുത്താൻ വെച്ചെടുക്കരുത്. ഇങ്ങോട്ട് നോക്കി എല്ലാരും, നിങ്ങളെ 3 ആൾക്കാർ ഇങ്ങോട്ട് നോക്കി. ക്യാബിൻ കാറിൽ കയറാതെ പോയത് കേട്ടോ, എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. അടിപൊളിയായിരുന്നു. അങ്ങനെ ഗുഡ് ബൈ. ഞങ്ങൾ ഇവിടുന്ന് കയറി ഇറങ്ങിയാണ്. മോളാണിത്. പിന്നെ ഞങ്ങൾ പോയത് ആർട്ട് സ്ട്രീറ്റിൽ കാണും കേട്ടോ. ഇവിടെ വന്നൊരു യൂറോപ്യൻ സ്റ്റൈലിലതിന് മരങ്ങളും വെതറും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏകദേശം ചൂടുള്ള ടൈമാണല്ലോ, ഈ ഇലകളും പൂക്കളൊക്കെ കൊഴിയുന്ന ടൈമായിന്. പക്ഷേ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഒരു നീല പൂവുകൾ ഇവിടെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ കൊഴിഞ്ഞ് പോയിക്കുന്നു. ഇപ്പോൾ അതൊന്നും കാണാനില്ല. കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ഒരു മരത്തുമരുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇവിടുത്തെ ഒരു ഫ്രൂട്ടാണ് കേട്ടോ, കള്ളിച്ചെടിയില്ലേ അതിന്മേൽ അതാക്കുന്ന നിറച്ച് ഫ്രൂട്ട് ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ അവിടുന്ന് പോന്ന്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹൈ സിറ്റിയിലേക്കാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഫ്രീ എൻട്രി ആണ്.
ആർക്ക് ഇത് യൂട്യൂബ് ചേർന്നാ ഇവിടുന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഫുള്ള് ഫുള്ള് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലായത് കൊണ്ട് ഫുള്ള് കാണുന്നുണ്ട്. അടിപൊളി കഴിഞ്ഞിട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനി നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ബ്രോസ്റ്റാണ്. അവിടെ അടുത്ത് തന്നെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയി ഞാൻ ബ്രോസ്റ്റ് കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.